ജോസ് കെ മാണിയെ യു.ഡി.എഫിൽ എത്തിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമ പാണന്മാർ കിണഞ്ഞു പരിശ്രമിച്ച് പരാജയപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഒരു വെറൈറ്റി മോങ്ങലാണ്. നോക്കി, ഏഷ്യാനെറ്റിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉണ്ണി ബാലകൃഷ്ണന്റെ ഇന്നത്തെ വാർത്തയാണ്. ജോസ് കെ മാണി കീഴടങ്ങി. ഈ പാണന്മാർ ഇങ്ങനെ സംഘപരിവാർ പ്ലാറ്റ്ഫോമിലായിരുന്നാലും അല്ലെങ്കിൽ ഇനി കോൺഗ്രസ് പ്ലാറ്റ്ഫോമിലായിരുന്നാലും ഇവരുടെ ദിവസപ്പടി വാങ്ങിക്കൊണ്ട് ഇവർക്ക് വേണ്ടി ഈ കുഴലൂത്ത് പണി നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ചിലയിടങ്ങളിൽ അവരറിയാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യം പറയുന്നുണ്ട്. സതീശന്റെ ഔദ്യോഗിക വസതിയിൽ ഇവരിൽ നിന്ന് ദിവസപ്പടി വാങ്ങിയിട്ട് അവിടെ പോയി ഒത്തൊരുമിച്ചിരുന്ന ഒരു തിരക്കഥ ഉണ്ടാക്കി മാധ്യമങ്ങളിലൂടെ അടിച്ചിറക്കിയാണ് ജോസ് കെ മാണി യു.ഡി.എഫിലേക്ക് വരാൻ പോകുന്നു, പാർട്ടി പിളരാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ. ഇനി എന്താണ് ഇതിലെ യാഥാർത്ഥ്യമെന്ന് കൂടി നിങ്ങൾ കേൾക്കണം. ഇന്നിപ്പോ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാണ്. വർക്കിംഗ് അല്ലാത്ത പ്രസിഡന്റ് ആണെങ്കിൽ പോലും അദ്ദേഹമാണല്ലോ പാർട്ടിയുടെ അവസാനത്തെ വാക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖം KPCC പ്രസിഡന്റ് ആണല്ലോ. അദ്ദേഹം സ്മൃതി പരുത്തിക്കാടിന്റെ മുന്നിൽ ഇന്നൊരു അഭിമുഖത്തിലിരുന്നു. ആ സന്ദർഭത്തിൽ ഇതേ ചോദ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേൾക്കണം. അതായത് KPCC പ്രസിഡന്റ് പോലും അറിയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ എങ്ങനെയാണ് വലിയ വാർത്താ വിസ്ഫോടനമായി വന്നു എന്ന് നിങ്ങൾക്കത് കേട്ടതിന് ശേഷം ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ UDF-ന്റെ മുന്നണി വിപുലീകരണമാണല്ലോ പ്രധാനപ്പെട്ട വാർത്ത. അതിലിപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ചർച്ച നടത്തി, ചില നേതാക്കൾ ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണവും വന്നു കഴിഞ്ഞു. ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനം അത് ഏതാണ്ട് ഉറപ്പിക്കുകയാണ് LDF-ഉം. അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഇന്നത്തെ മന്ത്രിസഭായോഗത്തിലെ തീരുമാനമടക്കം വന്നു കഴിഞ്ഞു. KM മാണിക്ക് ഒരു സ്മാരകം, അതിനുള്ള സ്ഥലം. അപ്പോൾ ഇനി സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതല്ലാതെ ഞങ്ങള് ഔദ്യോഗികമായി യാതൊരു ചർച്ചയും ആരോട് ചർച്ച ചെയ്തു എന്ന് ആർക്കും പറയാൻ കഴിയും. കേട്ടല്ലോ, ഇങ്ങനെ ഒരു ചർച്ചയേ നടന്നിട്ടില്ല. ഇത് എവിടെ നിന്നാണ് വാർത്ത വന്നതെന്ന് KPCC പ്രസിഡന്റ് പോലും അറിയില്ല. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പറയുകയാണ് ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചർച്ച. അദ്ദേഹം ആകെ പറഞ്ഞിരിക്കുന്നത് ഇവർ തമ്മിൽ പരസ്പരം ഒരു വേദിയിൽ ഇരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്നൊരു വാചകം പറഞ്ഞതിനപ്പുറം ഇങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് ഇത് വാർത്ത. അപ്പോൾ പ്ലാന്റഡ് ആണോ? അതായത് ഇല്ലാത്തതുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുത്തുക, ചർച്ച വരുത്തുക, അതിനുശേഷം ഓഫറുകൾ മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസിന് അവസരമുണ്ടാക്കുക. ഇതൊക്കെയാണ് കോൺഗ്രസ് പാണന്മാരായിട്ട് കോൺഗ്രസിന് വേണ്ടി ചാനലിനകത്തിരുന്ന് ഇതുപോലുള്ള പാണന്മാർ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം.